ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മറക്കാതെ ആ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ആദ്യത്തെ ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തി വെച്ചിട്ടുള്ള ഒരു റോളാണ് കേട്ടോ. ഒരു എഗ് റാപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചപ്പാത്തിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി എടുക്കുക, അല്ലെങ്കിൽ കുബൂസ് എടുക്കുക, അല്ലെങ്കിൽ പൊറോട്ട എടുക്കുക. നമ്മളെ കയ്യിലിപ്പം ബാലൻസ് വരുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. ഇനിയിപ്പോൾ കുറച്ച് ചപ്പാത്തി ചുട്ട് നമുക്ക് തലേദിവസം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ചുട്ട് വെച്ചാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അവർക്കിങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കാതെ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുത്തു വിടാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ക്യാരറ്റ് പീൽ ചെയ്തത്, ഒരു റെഡ് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ട്. സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും തക്കാളിയും മാത്രമായിട്ട് എടുക്കുക. കയ്യിലുള്ളത് എടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർ കഴിക്കുന്നത് നോക്കിയിട്ട്. കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക് പൊടിയും, ഇതൊക്കെ അവരെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുക. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് കേട്ടോ. വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തുന്നുള്ളൂ. വേണ്ടെങ്കിൽ കുട്ടികൾക്കാകുമ്പോൾ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. ഇപ്പോൾ നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കയ്യിലുള്ള ക്യാബേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ട് എടുക്കാം കേട്ടോ. ഉള്ളിയും തക്കാളിയും വേണമെങ്കിൽ അത് മാത്രം എടുക്കാം. ഇനിയിപ്പോൾ അതാ 2 എഗ്ഗ് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതാ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുക്കുക. ആ ഒരു ചപ്പാത്തിക്ക് കണക്കാക്കിയിട്ടുള്ളൊരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നുണ്ടേ. ഇനി ഇത് ഫുൾ കുക്കാകുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അധികം കുക്കാവാനൊന്നുമില്ല കേട്ടോ. അടി ജസ്റ്റ് നമുക്ക് തിരിച്ചിടാൻ പറ്റുന്ന ഒരു പരുവം ആകുമ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഒന്ന് ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. രാവിലെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ രാത്രിയിൽ കട്ട് ചെയ്ത് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അവർക്ക് സ്നാക്സ് ബോക്സിലോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലോ ഒക്കെ ആക്കിയിട്ട് അവർ കഴിക്കുന്നതിനനുസരിച്ച് കൊടുത്തയക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ വൈകുന്നേരം അവർ വരുമ്പോൾ സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു പുഴുങ്ങിയ എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു മയണൈസാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട് വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാം. നോർമൽ മയണൈസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിനുശേഷം കുറച്ചും ടൊമാറ്റോ സോസും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ടേസ്റ്റിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം കേട്ടോ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. അതിനുശേഷം നമ്മൾ ഫില്ലിംഗ് ഇല്ലേ, വെജിറ്റബിൾസ്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുക, ബീഫ് ആഡ് ചെയ്യുക, ഫിഷ് ആഡ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫിഷ് ആഡ് ചെയ്യുമ്പോൾ എഗ്ഗ് ഒഴിവാക്കണേ. നമ്മളെ കയ്യിലുള്ള ഐറ്റംസ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക, പനീർ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ടേസ്റ്റിൽ ഡിഫറൻസ് വരുത്താം. നമുക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. വേണമെങ്കിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് നമ്മൾ ഷവർമ പോലെ ഒന്ന് റോൾ ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ. ആ ഒരു രീതിയിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. ഒരു ടൂത്ത് പിക്കൊക്കെ കുത്തി കൊടുത്താൽ അവർക്ക് കഴിക്കാനൊന്നും കൂടി ഈസി ആവും. അപ്പോൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് അടിപൊളി ഫില്ലിംഗ് ആണ്. വയറ് നന്നായിട്ട് ഫില്ലാവുകയും ചെയ്യുവേ. ഇനിയിപ്പോൾ ഇതാ അടുത്ത് നമുക്ക് നോക്കാം. പാനിലേക്ക് കുറച്ച് ബട്ടർ ആക്കി കൊടുത്തിട്ടുണ്ട്. ബട്ടറോ ഗീയോ ഓയിലോ ഒക്കെ എടുക്കാം കേട്ടോ. കുട്ടികൾക്കാകുമ്പോൾ ബട്ടറും ഗീ ഒക്കെ ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. കുറച്ചൊരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് സോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ മൈദ, കുറച്ച് പാലിൽ ഒരു കപ്പ് പാലൊക്കെ എടുക്കാം. അതിലേക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് തിളച്ച് കുറുകി വരണം. അതിൽ മൈദയില്ലേ, അത് നമ്മൾ വൈറ്റ് സോസ് ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറുകി റെഡി ആയിട്ട് വരട്ടെ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിം അതിൽ വെച്ച് കൊടുത്താൽ മതി. അടി കരിഞ്ഞു പോകരുത്, മൈദ കുക്കാവുകയും വേണം കേട്ടോ. അപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് ടൈറ്റായിട്ട് വരണ്ട, ഈ ഒരു രീതിയിൽ മതിയേ. ഇനി എൻ്റെ അടുത്ത് കുറച്ച് സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചെടുത്തതാണ്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കയ്യിലുണ്ടെങ്കിൽ ഒറിഗാനൊക്കെ ഇട്ട് കൊടുത്തോ കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ നമുക്കായതുകൊണ്ട് കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഒറിഗാനോ ഇല്ലെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അതൊന്നും വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരുത്താൻ പോകുന്നില്ല. കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും. ഒരുപാട് ടൈറ്റായിട്ട് വരരുത്, ഒരുപാട് അങ്ങ് ലൂസായിട്ടും ഉണ്ടാവരുത്. അത്രയേ ഉള്ളൂ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഈ ഒരു സമയത്ത് നമ്മൾ ബട്ടറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പ് അതിൽ നിന്നൊക്കെ വരും കേട്ടോ. അത് നോക്കിയിട്ട് ചെയ്യണേ. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാര്യം അവർ അല്ലെങ്കിൽ അത് കഴിക്കൂലെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുക്കുമ്പോഴേ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴിച്ചോളും. നിങ്ങളടുത്ത് സ്വീറ്റ് കോൺ ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള വെജിറ്റബിൾസ്, കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാരറ്റ്, സവാള, അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ സ്വീറ്റ് കോൺ ഉള്ളതുകൊണ്ട് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്വീറ്റ് കോൺ മാത്രം മതി, വെജിറ്റബിൾസ് മാത്രം മതി. അതൊക്കെ നമ്മൾ കയ്യിലുള്ളതിനനുസരിച്ച് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോ. പിന്നെ എഗ്ഗ് പുഴുങ്ങി ചെറിയ പീസാക്കിയിട്ട് ചിക്കൻ ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. സോസേജ് ചേർത്ത് കൊടുക്കുക, പനീർ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് മാറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലത്തെ ബർഗർ ബണ്ണും അതുപോലത്തെ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ള അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഒരുപാടെങ്കിലും ലൂസായിട്ട് പോകണ്ട. ഈ ഒരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ വേണ്ടത്. നമുക്കിത് കുക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുമ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല സാൻഡ്വിച്ച് നമുക്ക് കിട്ടും കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അവർക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക. ഇനിയിപ്പം എന്താ പറയുക, ബണ്ണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചപ്പാത്തി റോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ദോശ, നമ്മൾ ഉഴുന്ന ദോശയില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ റോളാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഹെൽത്തി ആയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ബണ്ണ് മാത്രം എടുക്കണ്ട, ബ്രെഡാണെങ്കിൽ അതും എടുക്കാം കേട്ടോ. ബ്രെഡിൻ്റെ ഉള്ളിലും ഇങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ സാൻഡ്വിച്ച് മേക്കറിൽ ജസ്റ്റ് ബട്ടറാക്കിയിട്ട് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ ഒരു നോൺ സ്റ്റിക്ക് തവ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ കുറച്ച് ബട്ടർ ഓയിലോ നെയ്യോ എന്തെങ്കിലും മിക്സ് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും രണ്ട് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി, ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ കാര്യം. ഇതാ നല്ല ക്രീമി ആയിട്ട് നമ്മൾ അതിൻ്റെ ഉൾഭാഗം നല്ല ക്രീമി ആയിട്ടായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അവർക്ക് ലഞ്ച് ബോക്സിലോ സ്നാക്സ് ബോക്സിലോ ഒക്കെ അവർക്ക് ഇഷ്ടമാവും കേട്ടോ. വയറ് നല്ല ഫില്ലാവുകയും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയിൽ റോളായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ ഫില്ലിങ് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാ ഫില്ലിങ്ങും നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് കുബൂസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് തരം മസാലയാണ് കേട്ടോ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ചായൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ അതിലും ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ്, ഒരു സാൻഡ്വിച്ച് എന്നൊക്കെ പറയും, അതാണ് ഉണ്ടാക്കുന്നത്, സ്വീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. പഞ്ചസാര വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, പക്ഷേ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ മാങ്ങക്ക്. ഇനി ഇത് ചെറിയ പീസാക്കി ഇട്ട് എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് പൾപ്പാക്കിയിട്ട് എടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ കേട്ടോ. ഇനി കുറച്ച് ബ്രെഡ് എടുക്കുക. ബ്രെഡൊക്കെ നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ സാദാ ബ്രെഡാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ജാമൊക്കെ തേച്ച് കൊടുക്കൂലേ അതുപോലെ നമ്മൾ മാങ്ങ ഒന്ന് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള അളവിലൊന്ന് ആക്കി കൊടുക്കാം. ഇതില്ലേ ഞാനിപ്പോൾ മാങ്ങ വെച്ചിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പഴം വെച്ചിട്ട്, ചെറുപഴം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക, സ്ട്രോബെറി വെച്ചിട്ട് ചെയ്യുക. അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് വെച്ചിട്ടൊക്കെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മാറ്റി ഓരോ ടേസ്റ്റ് മാറ്റി അവർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിലുള്ള റെസിപ്പികളെല്ലാം ഞാൻ നിങ്ങൾക്ക് വ്ളോഗിൽ തന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നാക്കിയിട്ട് ഒരു വ്ളോഗാക്കിയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കിഡ്സ് സ്നാക്സ് റെസിപ്പിന്ന് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പികൾ മൊത്തം കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിച്ചൊരു വീഡിയോ ഒക്കെ തരാമെന്ന് വിചാരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കുക. ഞാൻ കൂടുതൽ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്ററിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ദോശ തവയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബട്ടറോ നെയ്യോ അതും ഇല്ലെങ്കിൽ മാത്രം ഓയിൽ ആക്കിയിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. നല്ല സെറ്റായിട്ട് അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, വെറുതെ പറയുന്നതല്ല. അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ മാങ്ങ ഫില്ല് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കപ്പലണ്ടിയോ കാഷ്യൂനട്ടോ ബദാമോ പിസ്തയോ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണെങ്കിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒന്ന് പൗഡർ ആക്കിയാലും ഇനി ക്രഷ് ചെയ്താലും കുഴപ്പമില്ല, അതിൻ്റെ മുകളിൽ ഒന്ന് വെതറി കൊടുക്കുക. അപ്പോൾ ഇവരില്ലേ 1 ടീസ്പൂൺ അത് ഡെയിലി ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ സാൻഡ്വിച്ചിൽ ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ. അപ്പോൾ അവരറിയാതെ
അവരകത്തേക്ക് അത് പോയിക്കോളും. നട്ട്സും കൂടെ അവർക്ക് കിട്ടും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവർ അതൊന്നും വെറുതെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അതിലത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ ഇതാ മാങ്ങയ്ക്കായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കാൻ മറന്നുകൊണ്ടാ. ഇത് നിങ്ങൾക്ക് 4 കട്ട് ചെയ്യുക. 4 പീസായിട്ട് കിട്ടും. ഞാനിപ്പോൾ കോണാക്കിയിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ സ്നാക്സ് നോക്കാം. അതിലേക്ക് ഞാൻ 2 എഗ്ഗ് പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാളേൻ്റെ ഒരു 1/4 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളീൻ്റെ ഒരു 1/4 ഭാഗം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മയണൈസ് കേട്ടോ. ഞാനിപ്പോൾ എഗ്ഗ് പുഴുങ്ങിയിട്ടുള്ള മയണൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ടായിട്ട് ആ രീതിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്നും യൂസ് ചെയ്യാത്ത മയണൈസ് യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്കാവുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആവും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർത്ത് കൊടുക്കണേ, മറന്നുകൊണ്ട. ഇനി ഇത് കുക്ക് ചെയ്യണ്ടയോ അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഇത് കണ്ടോ, ഒരു നല്ലൊരു മിക്സ് ആക്കിയിട്ട് എടുക്കാം. നല്ല എളുപ്പമല്ലേ ഇങ്ങനത്തെ ഒക്കെ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മിക്സ് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിലേ നല്ല എളുപ്പമാണ് കേട്ടോ. ഇനിയിപ്പോൾ വേണ്ട ഈ ഒരു മിക്സ് ആക്കണ്ട, ഇങ്ങനെ റെഡി ആക്കിയിട്ട് വെച്ചാലും പിറ്റേ ദിവസം നല്ല ഈസി ആയിട്ട് മിക്സ് ചെയ്ത് ബ്രെഡിൻ്റെ ഉള്ളിൽ അങ്ങ് വെച്ചിട്ട് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തീൻ്റെ ഇങ്ങനെ റാപ്പാക്കിയിട്ട് ചപ്പാത്തീൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക, ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക, ദോശേൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ട് ചേഞ്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഇനിയിപ്പോൾ അതാ ജസ്റ്റ് ബ്രെഡൊന്ന് ആവിയേറ്റി എടുക്കുന്നുണ്ട്. ഒരു 4 ബ്രെഡൊക്കെ ഒരുമിച്ച് ഇങ്ങനെ അടച്ചൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ആവിയേറ്റി എടുക്കുക. എന്നിട്ട് ഒരു 4 ബ്രെഡ് ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. ഒന്നിങ്ങനെ പരത്തിയെടുക്കാം. ഒന്ന് വലുപ്പം ഒന്ന് ഇതുപോലെ ഒന്നാക്കിയെടുക്കാം. വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. അങ്ങനെ ഒരു 4 ചെയ്ത് വെച്ചിട്ട് ഒന്ന് വേഗം ആക്കിയെടുത്താൽ മതി കേട്ടോ. ഓരോന്ന് ആവിയേറ്റാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനിയിപ്പോൾ ഇതാ ആ ഒരു മിക്സ് ഇല്ലേ, ആ ഒരു മിക്സ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ആക്കി കൊടുക്കണ്ട. ആക്കി കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ഈസിയാണേ. നല്ല ഈസി മിക്സുമാണ്, ഉണ്ടാക്കാനും നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട്. ഇതാ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കാണാനും നല്ല രസമാട്ടോ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നല്ല സ്നാക്സ് ആണ് കേട്ടോ. എല്ലാം നന്നായിട്ട് വയറ് ഫില്ലാവുകയും ചെയ്യും. ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമില്ല. നമുക്ക് അവർ വന്നിരുന്നാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് അല്ലേ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതൊന്ന് ആ ബ്രെഡിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ കൊടുത്ത് വിടാനാണെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. വെറുതെ ബട്ടറിലേക്കോ ഗീയിലേക്കോ അല്ലെങ്കിൽ ഓയിലിലേക്കോ എടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ച് 2 ഭാഗം ഒന്ന് മുരിപ്പിച്ചെടുത്താൽ മതി. ഒന്ന് കളർ ചേഞ്ച് ആക്കിയിട്ട് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. എണ്ണയിൽ മുക്കിയൊന്നും എടുക്കണ്ട കേട്ടോ. ഈ ഒരു ഞാൻ തേച്ച് കൊടുക്കുന്നതില്ല, അതൊന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് കൊടുത്തയക്കുമ്പോൾ അതിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. ഇതാ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കാണാനൊന്നും കൂടെ ഭംഗിയുണ്ടാവും. അത് മൊത്തത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തും നമുക്ക് ഒന്ന് ഈ ഒരു എഗ് വാഷ് ഒന്ന് എഗ്ഗ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും. ഇനിയിപ്പോൾ ഇതാ ഒരു ഭാഗം ആയിട്ടുണ്ട്, അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ഈസി അല്ലേ, നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. പിന്നെ കുട്ടികൾക്കാവുമ്പോൾ സ്പൈസിയും കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മൾ ഗസ്റ്റുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കൂട്ടിയിട്ടും ഇടാം. അപ്പോൾ ഇതാ ഇനി അടുത്തത് നോക്കാം. അടുത്തതും ഒരു സാൻഡ്വിച്ച് ടൈപ്പ് സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ഓയിലോ ബട്ടറോ ഒക്കെ എടുക്കുക. അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ പീസ് എടുത്ത് അത് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരുപാട് ചിക്കനും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. കറിക്കൊക്കെ കൊണ്ടുവരുന്ന ചിക്കനിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. നമുക്കത് സ്നാക്സിന് ഉണ്ടാവും. അതൊന്ന് ആ ചിക്കനൊന്ന് പെട്ടെന്ന് കുക്കാവുക. ചെറിയ പീസല്ല, അതൊന്ന് കുക്കായി വരുന്ന സമയത്ത്
ഒരു തക്കാളിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നിങ്ങൾക്ക് ഇതിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ ടൊമാറ്റോ സോസ് 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് ഇല്ലയെന്ന് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ. കുറച്ചൊരു ലൂസ് ആക്കിയിട്ട് വേണം. ഒരു സോഫ്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. അത് ശ്രദ്ധിക്കണേ. ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ഉണക്കിയ പോലെ എടുക്കരുത്. അപ്പോഴാണ് ആ ഒരു വെറ്റായിട്ട് ആ ഒരു ബണ്ണിൻ്റെ ഉള്ളിലും അങ്ങനെ വെറ്റായിട്ട് കിടക്കുമ്പോഴാണ് ബന്നും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് എല്ലാ ബന്നിലേക്കും ആക്കിയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല എത്ര വേണോ അത്രയും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ എഗ്ഗ് പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മൾ കയ്യിലുള്ളതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഏത് രീതിയിൽ ചെയ്താലും. നല്ല എളുപ്പത്തിൽ 5 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. നല്ല ഈസി അല്ലേ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ബട്ടറൊന്ന് ആക്കി കൊടുത്ത് അതിൽ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ടിട്ട് ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ സ്നാക്സ് ഇവിടെ റെഡിയായി കിട്ടും. ഗീ ആയാലും ബട്ടർ ആയാലും ഓയിലായാലും നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കുക കേട്ടോ. 2 ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് വെച്ച് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ്, ഒന്നും കൂടെ ക്രീമി ടേസ്റ്റ് കിട്ടുമേ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഈ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ, രാവിലെ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഇങ്ങനത്തെ മസാല ആക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം അവർ വരുമ്പോൾ ആ ഒരു ബന്നിലാക്കിയിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങി കൊടുക്കാതെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനത്തതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇതാ അടുത്ത് നോക്കാം. കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് തക്കാളി, ഒരു പീസ് ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഒന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അത് കുറച്ച് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സവാള ഒന്ന് ജസ്റ്റ് സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം ഒരുപാട് കറികൾക്കൊക്കെ എടുക്കുന്ന പോലെ സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതിയേ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സവാള ഒന്ന് റെഡി ആയിട്ട് വരട്ടെ, കുക്കായിട്ട് വരട്ടെ. ഇതാ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, തക്കാളി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റിയാണ്, അത്രയേ ഉള്ളൂ. ക്യാരറ്റ് ആഡ് ചെയ്യുക, ക്യാബേജ് ആഡ് ചെയ്യുക. കയ്യിലുള്ളതിനനുസരിച്ച് വെജിറ്റബിൾസിലൊക്കെ മാറ്റം വരുത്തിക്കോ. ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിനി ഓവർ കുക്കാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഒന്നുമില്ല, നോർമൽ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഇത് എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു മസാലയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസ്, ഒരുപാടൊന്നും വേണ്ട, 1-2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. കുറച്ച് സോയ സോസ്, 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് റെഡ് ചില്ലി സോസ്. ഇനിയിപ്പോൾ റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ 1 ടീസ്പൂണും കൂടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നും ചേർക്കണ്ട. നമ്മൾ കുറച്ച് മുളക് പൊടി ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ മസാല സെറ്റാണ്. കുറച്ച് മല്ലിയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ കേട്ടോ, ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാ സാൻഡ്വിച്ച് ആകുമ്പോൾ അവരത് പെറുക്കി കളയാനൊന്നും നിൽക്കൂല കേട്ടോ, അതൊക്കെ കഴിച്ചോളും. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഓയിലിലോ ബട്ടറിലോ 2 ഭാഗം ഒന്ന് മുരിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ സാൻഡ്വിച്ച് മേക്കറിൽ, അതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, കാണാനും കുറച്ചുകൂടി ലുക്ക് ഉണ്ടാവും. സാൻഡ്വിച്ച് മേക്കറിൽ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് ആ സാൻഡ്വിച്ച് മേക്കർ എവിടെ നിന്നാണ് എത്ര റേറ്റ് എന്നൊക്കെ ചോദിക്കലുണ്ട്. അത് ഞാനിവിടെ കൽപ്പറ്റ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഓൺലൈനല്ല. ഞാൻ ഓൺലൈൻ നല്ലത് കാണുകയാണെങ്കിൽ ഞാൻ ലിങ്കും കാര്യങ്ങളും തരാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വന്നത് എനിക്ക് തോന്നുന്നു 2 സംതിങ്ങോ അങ്ങനെ 2 സംതിങ് എന്തോ ഓഫറിൽ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഏകദേശം ആ ഒരു റേറ്റിലാട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ സാൻഡ്വിച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതൊന്ന് ടോസ്റ്റായി വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകുന്ന സ്നാക്സാണ് ഞാൻ എല്ലാം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം ട്രൈ ആക്കി നോക്കുക. അവർക്ക് ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലൊക്കെ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, ഇനിയിപ്പോൾ ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.